ബിഗ് ബാങ് തിയറിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റിസർച്ച് ആർട്ടിക്കിളാണ് ഇപ്പോൾ റീസെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം മാസ്റ്റർ ഓഫ് ഫിസിസിസ്റ്റുകൾ. ബിഗ് ബാങ് തിയറിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതിയ തിയറിയാണ് ഇവർ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ആ പേപ്പർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിലുള്ളത് എന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഒന്ന് വർഗീസ്, ഞാനൊരു ഫിസിക്സ് സയൻറ്റിസ്റ്റാണ്. യു കെയിൽ ഒരു R&Dയുടെ ലബോറട്ടറിയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് PhD കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്താ പറയുക, ഈ സയൻസ് ലോകത്തിൽ ഞാനൊരു കമ്മ്യൂണിക്കേറ്ററും കൂടി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ബിഗ് ബാങ് തിയറിയിൽ കോൺട്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറിക്ക് എങ്ങനെയാണ് അത് ആ പേപ്പർ ചോദ്യം ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബിഗ് ബാങ് തിയറിയുടെ ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഡാറ്റ, ഏറ്റവും എന്താ പറയുക, ഡാറ്റ നമുക്ക് കിട്ടുന്നത് CMB അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിൻ്റെ അറ്റത്തു നിന്നും വരുന്ന മൈക്രോവേവ് രശ്മികൾ നമ്മളുടെ ടെലസ്കോപ്പ് വെച്ച് അനലൈസ് ചെയ്തിട്ട് അതാണ് നമ്മളുടെ ഏഴ് യൂണിവേഴ്സിൽ നിന്നും വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു രശ്മികൾ, അഥവാ കോസ്മിക് രശ്മികൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ചിത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതായത് ഈ നീലയും ചുവപ്പും ഒക്കെ സൂചിപ്പിക്കുന്നത് മൈക്രോവേവ് റീജിയനിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിനെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിൽ നമ്മൾ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും നമ്മൾ ടെലസ്കോപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നമ്മളിതിന് മൈക്രോവേവ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ളൊരു പിക്ചർ ആയിരിക്കും. ഇത് ഒരു വിസിബിൾ സ്പെക്ട്രം അല്ല നമ്മൾ ഈ കാണുന്നത്. മൈക്രോവേവ് സ്പെക്ട്രത്തിൽ ഉള്ളത് നമ്മൾ വിസിബിളി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലിപ്പോൾ റെഡ് കാണുന്നതൊക്കെ ചൂടായിട്ടുള്ളതും നീല കാണുന്നതൊക്കെ തണുത്തതുമായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന സ്പെക്ട്രം അല്ല ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മൈക്രോവേവ് ഈ എന്താ പറയുക, ഒരു ഏർലി യൂണിവേഴ്സിൽ നിന്നും, അതായത് 13 ബില്യൺ പ്രകാശവർഷം അപ്പുറത്ത് നിന്നും നമ്മളുടെ അടുത്തേക്ക് വരുന്ന രശ്മികളാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രശ്മികൾ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏർലി യൂണിവേഴ്സിൽ, അതായത് ഏകദേശം നമ്മളുടെ യൂണിവേഴ്സ് ഉണ്ടായതിന് ശേഷം ഒരു കുറച്ച് മില്യൺ വർഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ യൂണിവേഴ്സിനകത്ത് ഹോട്ട് പ്ലാസ്മ, അത് എക്സ്ട്രീംലി ഹോട്ടായിട്ടുള്ള ഒരു പ്ലാസ്മയായിരുന്നു എന്നാണ് നമ്മളുടെ ബിഗ് ബാങ് തിയറിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പ്ലാസ്മയിൽ ഉള്ള പാർട്ടിക്കിളുകൾ കമ്പൈൻ ചെയ്ത് ഒരു ആറ്റം ഉണ്ടാകുമ്പോൾ ഒരു റേഡിയേഷൻ അത് പുറത്തേക്ക് വിടും. ഈ പാർട്ടികൾ കമ്പൈൻ ചെയ്തിട്ട് റേഡിയേഷൻ പുറത്ത് വിടുന്ന ഈ റേഡിയേഷനാണ് നമ്മളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കോസ്മിക് രശ്മികൾ, അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് തരുന്ന ഡാറ്റ തരുന്ന കോസ്മിക് രശ്മികൾ അന്ന് ഏകദേശം 13 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ എന്താ പറയുക, നമ്മുടെ മൈക്രോവേവ് റീജിയനിലുള്ള പാർട്ടിക്കിളുകളാണ് വേവുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മളുടെ ചുറ്റിലും ഒക്കെ ഈ രശ്മികൾ നമ്മളെ കടന്നു പോകുന്നുണ്ട്, നമ്മളുടെ അടുത്തുണ്ട്. ഇത് ഈ യൂണിവേഴ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രശ്മികളാണ്. ഇത് 13 ബില്യൺ വർഷം മുമ്പ് ഉണ്ടായതാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ആവറേജ് ടെമ്പറേച്ചർ എപ്പോഴും ഈ പറയുന്ന രശ്മികളുടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും 2.7 കെൽവിനാണ്. ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2.7 കെൽവിനിലാണ് എപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ഇതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില റീജിയൻസ് നീലയായിട്ടും വളരെ ഡാർക്ക് നീലയായിട്ടും, ചില റീജിയൻസ് ഇവിടെ നമുക്ക് വളരെ റെഡായിട്ടും കാണാം. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചറിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻ, ഒരു എന്താ പറയുക, ഇതിലൊരു ലക്ഷത്തിലൊരു പാർട്ടൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടെമ്പറേച്ചറിൽ വേരിയേഷനൊക്കെ കൃത്യമായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ വിസിബിളി നമുക്ക് ഈ CMBയിൽ ടെമ്പറേച്ചർ വേരിയേഷൻ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ബിഗ് ബാങ് തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്
ഈ ടെമ്പറേച്ചർ വേരിയേഷൻ വരാനുള്ള കാരണം നമ്മളുടെ ഏർലി യൂണിവേഴ്സിൽ നിറഞ്ഞിരുന്ന പ്ലാസ്മയിലുള്ള ഡെൻസിറ്റി വ്യത്യാസം കൊണ്ടാണ് ഇത് വന്നത് എന്നാണ് നമ്മളുടെ ബിഗ് ബാങ് തിയറി വെച്ച് പറയുന്നത്. ഇതിനെയാണ് നമ്മളുടെ പുതിയ പേപ്പറിൽ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ആസ്ട്രോഫിസിസ്റ്റുകൾ ഈ പേപ്പർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന, അവർ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഐഡിയ അത് വളരെ കൺവിൻസിങ് ആണ്. അതായത് നമ്മളുടെ ബിഗ് ബാങ് തിയറിയിൽ പറയുന്നതിനേക്കാളും കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ആസ്ട്രോഫിസിസ്റ്റുകൾ ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പുതിയ തിയറിയിൽ നമുക്ക് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ അനലൈസ് ചെയ്തിരിക്കുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ നിന്നുള്ള ഡാറ്റ തന്നെയാണ്. ഈ പുതിയ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ നിന്നുള്ള ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ എക്സിസ്റ്റിംഗ് തിയറികളെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസിലൊക്കെ വളരെ എന്താ പറയുക പ്രശസ്തമായ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡാർക്ക് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിന്. അപ്പോൾ ഈ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ നിന്നുള്ള ഈ CMB ഡാറ്റ വെച്ചിട്ട് മറ്റൊരു തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് മാറ്റർ ഇല്ലാതെ തന്നെ നമ്മൾക്ക് നമ്മളുടെ യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളത്. അത് വളരെ കൺവിൻസിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള തിയറി ആയിരുന്നു. ഒരു 3-4 മാസം മുന്നാണ് അത് പ്രൊപ്പോസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചും കൂടെ അതിനേക്കാളും കൺവിൻസിങ് ആയിട്ടുള്ളൊരു തിയറിയാണ് ഇപ്പോൾ പുതിയ സയൻറ്റിസ്റ്റുകൾ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഏർലി യൂണിവേഴ്സിൽ നമ്മളുടെ ഗാലക്സികൾ, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ യൂണിവേഴ്സ്, അതായത് നമ്മളുടെ 13 വർഷം മുൻപ്, അല്ലെങ്കിൽ 13 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ ഗാലക്സി ഫോർമേഷനും അതിൻ്റെ ഗ്രോത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നുള്ളതിനേക്കാളും ഭയങ്കര സ്പീഡിലായിരുന്നു നമ്മുടെ ഗാലക്സി ഫോർമേഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് ഏർലി യൂണിവേഴ്സിലുള്ള കാര്യത്തിലാണ് നമ്മളീ പറയുന്നത്. അന്ന് അത് കൂടുതൽ ബ്രൈറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര സ്പീഡിലായിരുന്നു അതിൻ്റെ വളർച്ച, ഫോർമേഷൻ ഉണ്ടാവുക. ഇന്നിപ്പോൾ നമ്മളുടെ ഗാലക്സികൾ ഉണ്ടാവാൻ 1 ബില്യൺ വർഷം ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അന്നത് അതിൻ്റെ 10-1 സമയത്തിലോ 20-1 സമയത്തിലോ ഒക്കെ നടന്നിരുന്ന സമയമായിരുന്നു. അതിനേക്കാളും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഗാലക്സികളെക്കാളും ഭയങ്കര ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഗാലക്സി ആയിരുന്നു അന്ന് നമ്മളുടെ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതൊക്കെ നമ്മളുടെ ഈ ഏർലി യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ തിയറികളൊക്കെ പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാലക്സി ഫോർമേഷൻ എന്തുകൊണ്ടായിരുന്നു കൂടുതൽ ബ്രൈറ്റ് ആയിരുന്നതും എന്തുകൊണ്ടാണ് അത് കൂടുതൽ ഫാസ്റ്റ് ആയിരുന്നതിനും എന്നുള്ള ചോദ്യത്തിന് നമ്മളുടെ ബിഗ് ബാങ് തിയറി വെച്ചിട്ട് ഇത്ര നാളും പറഞ്ഞിരുന്ന ഉത്തരം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഏർലി യൂണിവേഴ്സിൽ നിറഞ്ഞിരിക്കുന്ന പ്ലാസ്മയുടെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കാരണമാണ് എന്നാണ് നമ്മളുടെ ബിഗ് ബാങ് തിയറി വെച്ചിട്ട് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഗാലക്സി സാധാരണ ഇന്ന് നമ്മളുടെ ഗാലക്സി ഫോർമേഷനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ, അതായത് ഇന്നത്തെ തിയറിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ക്യുക്കറായിട്ടും കൂടുതൽ ബ്രൈറ്ററായിട്ടും നമുക്ക് അപ്പിയർ ചെയ്യാനുള്ള കാരണം, അതായത് ഏർലി യൂണിവേഴ്സ് ഗാലക്സികൾ എന്തുകൊണ്ടാണ് ഇത്ര ക്യുക്കായിട്ടും ബ്രൈറ്റായിട്ടും അപ്പിയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിയറി വെച്ച് പറയുന്നത് ഏർലി യൂണിവേഴ്സിൽ നമ്മളുടെ ഗാലക്സി ഫോർമേഷൻ നടക്കുന്നതിനൊപ്പം അതിൻ്റെ ചുറ്റിലും ഏർലി യൂണിവേഴ്സ് ഡസ്റ്റ് ഉണ്ട്, അതായത് സ്റ്റാർ ക്ലസ്റ്ററുകളും അങ്ങനെയുള്ള ഡസ്റ്റ് അതിന് ചുറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗാലക്സിയുടെ ഫോർമേഷനൊപ്പം തന്നെ ഇതിന് ചുറ്റിലുമുള്ള ഈ ഡസ്റ്റ് ഹീറ്റപ്പ് ആവും. അപ്പോൾ ഗാലക്സി എന്നുള്ളതിൻ്റെ ഔട്ട്സൈഡ്, അതായത് അതിൻ്റെ ഒരു ഔട്ടർ ലെയറിൽ ഈ ഡസ്റ്റ്, അത് ഏർലി യൂണിവേഴ്സിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു ഡസ്റ്റാണ്. അത് നമ്മളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുള്ള ഒരു കാര്യമാണ്. ആ ഡസ്റ്റ് ഹീറ്റപ്പ് ആവുന്നതും ആ ഡസ്റ്റിൽ നിന്നുള്ള പ്രകാശമാണ് നമ്മളുടെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മളുടെ മൈക്രോവേവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡസ്റ്റ് കുറച്ചും കൂടെ തെർമലൈസ് ചെയ്തിട്ടുള്ള ലൈറ്റാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ
തെർമലൈസ് ചെയ്തിരുന്ന ലൈറ്റ് നമ്മളുടെ ടെലസ്കോപ്പുകളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ കാരണം ഇത് റെഡ് ഷിഫ്റ്റ് ചെയ്യും, കൂടുതൽ റെഡ് ഷിഫ്റ്റിലോട്ട് ഇത് പോകും. അതാണ് നമ്മളുടെ ടെലസ്കോപ്പുകളിലൂടെ കാണുന്നത് എന്നാണ് ഇപ്പോഴത്തെ തിയറി വെച്ച് പറയുന്നത്. ഇതിലവർ വളരെ കാഷ്വലി നമ്മളുടെ കോസ്മോളജി എന്ന് വെച്ചാൽ നമ്മളുടെ ബിഗ് ബാങ് തിയറീനെ കോൺട്രാക്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. Even our most conservative estimates, massive ETGs account for 1.4% up to the full present day cosmic microwave background energy density. ഇതിൽ ETG എന്ന് ഉദ്ദേശിക്കുന്നത് ഏർലി ടൈം ഗാലക്സി എന്നാണ് അവർ പറയുന്നത്. അതായത് അവരുടെ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏർലി ടൈം ഗാലക്സി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് നമ്മളുടെ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഡാറ്റയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏകദേശം 1.4% ഓഫ് ദി എനർജി ഡെൻസിറ്റിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളുടെ നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിട്ടുള്ള പാരാമീറ്ററുകൾ, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പാരാമീറ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 1.4% ഏർലി ഗാലക്സി ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡസ്റ്റ് ഹീറ്റപ്പ് ആയിട്ട് വരുന്ന ലൈറ്റിൽ നിന്നുമാണ് എങ്കിൽ ഇത് ഈ കാൽക്കുലേഷൻ്റെ, അതായത് നമ്മളുടെ ബിഗ് ബാങ് തിയറിയുടെ മറ്റ് പാരാമീറ്ററുകളുടെ കാൽക്കുലേഷനെയും ബാധിക്കും. കാരണം ഇതെല്ലാം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന പാരാമീറ്ററുകളാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു കാൽക്കുലേഷൻ, ഇതിന് കുറച്ചും കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ ബാക്കിയുള്ള എല്ലാ നമ്മളുടെ കാൽക്കുലേഷനുകളെയും ബാധിക്കും. നമ്മളുടെ എന്താ പറയുക, പല ഗാലക്സികളുടെ ഫോർമേഷൻ്റെ തിയറികളും അതുപോലെ തന്നെ ഡാർക്ക് മാറ്റർ ഇല്ല എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. അതായത് ഇതിൽ ഒരു 10,000-കണക്കിന് പാരാമീറ്ററുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മളുടെ ഈ ബിഗ് ബാങ് തിയറി എന്ന വലിയൊരു തിയറി, അതിൽ 10,000-കണക്കിന് പാരാമീറ്ററുകൾ നമ്മൾ ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഈ തിയറി, അതായത് ഇത് തെറ്റാണെന്ന് പറയാൻ ഇപ്പം നമുക്ക് ആർക്കും പറ്റില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ചിലപ്പോൾ ഇതിന് നാളെ തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് നാളെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ച് മുകളിലാണ്, അതുകൊണ്ടാണ് ഈ പേപ്പറിന് ഇത്ര സിഗ്നിഫിക്കൻസ് വരുന്നത്, കുറച്ച് മുകളിലാണ് ഈ പേപ്പർ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പൊളിച്ച് കളയാവുന്ന ആരെങ്കിലും വരുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഈ സാധനം ഇൻ കേസ് ശരിയാണെങ്കിൽ പറയുന്നത് ശരിയല്ല. കാരണം ഇത് ശരിയായതുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു ഡിസ്കഷനിൽ, ശരിയായതുകൊണ്ടെന്നല്ല, ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് വലിയ ഡിസ്കഷനുകളുടെ ഭാഗമാവുന്നത്. എനിവേ, ഈ സംഭവം ശരിയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ ഈ തിയറി നമ്മളുടെ ബിഗ് ബാങ്ങിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ് എങ്കിൽ ഇത് നമ്മളുടെ മോഡേൺ കോസ്മോളജിക്ക് വളരെ വലിയ ഒരു ചോദ്യം ആണ്. അത് ആൻസർ ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമാണ്. ആൻസർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്താ പറയുക, നമ്മൾ കറൻ്റ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്, കോസ്മോളജി സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ലാംഡ CMD എന്നുള്ള ഒരു മോഡലാണ്. ഈ മോഡലിൽ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു മോഡലും കൂടിയാണ് ഏത്, നമ്മളുടെ ലാംഡ CMD എന്നുള്ള മോഡൽ. ഈ ലാംഡ CMD എന്നുള്ള മോഡലാണ് നമ്മളുടെ ഈ ബിഗ് ബാങ് തിയറിയും എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോസ്മോളജിക്കൽ മോഡേൺ തിയറി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബാങ് തിയറിയിൽ ഏർലി യൂണിവേഴ്സിലെ പ്ലാസ്മയിൽ നിന്നുമല്ല ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് വന്നത്. പകരം ഏർലി യൂണിവേഴ്സിൽ ഫോം ചെയ്തിട്ടുള്ള ഗാലക്സിയുടെ ഹീറ്റപ്പ് ചെയ്ത ഡസ്റ്റിൽ നിന്നും വന്നിട്ടുള്ള മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ആണ് എങ്കിൽ ഇത് വളരെ എന്താ പറയുക, ബിഗ് ബാങ് തിയറിനെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയൊരു മോഡേൺ കോസ്മോളജിയിൽ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ സയൻസിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഒരു റിസർച്ച് പ്രോബ്ലമാണ്. അപ്പോൾ കൂടുതൽ സയൻസ് റിസർച്ച് അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ കൂടുതൽ ഡിസ്കഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.